അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ തെളിവുകളും സാക്ഷികളും ഉൾപ്പെടെ വേണം പറയാൻ. പടച്ചാമ്പരാനല്ലാതെ ആ സംഭവത്തിന് വേറെ സാക്ഷികളൊന്നും ഇല്ല സാറേ. പക്ഷേ ഞങ്ങൾക്ക് അന്നേ സംശയമുണ്ടായിരുന്നു അവരുടെ മരണം വെറുമൊരു മരണമല്ല, കൊലപാതകമാണെന്ന്. അല്ല, അങ്ങനെ സംശയിക്കാൻ എന്താ കാരണം? കാരണങ്ങൾ ഒരുപാടുണ്ട് സാറേ. പറഞ്ഞാൽ ഇന്നൊന്നും തീരൂല. എന്നാലും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറയാം. കോടീശ്വരന്മാരായ കളക്ടർ ദമ്പതിമാരുടെ മകള് പൂജ ഒളിച്ചോടാൻ പോയത് ആരുടെ കൂടെയാ? കടപ്പുറത്ത് ചാള പെറുക്കി നടന്ന ഒരു പാവപ്പെട്ട അന്യമതസ്ഥന്റെ കൂടെ. ശത്രുത ഉണ്ടാകാൻ ഇതിൽ പരം വേറൊരു കാരണം വേണോ സാറേ? അവിടെയും തീർന്നില്ല. എന്നിട്ട് അവൻ മരിച്ചപ്പോ അവൾ ആരുടെ കൂടെ ഒളിച്ചോടിയത്? ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരാളുടെ കൂടെ. അപ്പൊ പിന്നെ ആ വഴിയിലും ശത്രുത വരുന്നത് സ്വാഭാവികമല്ലേ സാറേ? ഇപ്പൊ ദേ അവരുടെ കല്യാണം ഉറപ്പിച്ചേക്കുന്നു. എന്താ സാറേ അതിന്റെയൊക്കെ അർത്ഥം? എന്റെ മോന്റെ മരണം ആരൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്നല്ലേ? അപ്പോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കും സാറേ അവനെ കൊന്നത്. കൊന്നതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഞങ്ങളെക്കാൾ ഉറപ്പ് സാറിനല്ലേ. അതുകൊണ്ടല്ലേ ഇതന്വേഷിച്ച് സാറിപ്പോ ഇവിടെ എത്തിയത്. അങ്ങനെ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഞങ്ങൾ അന്വേഷിക്കുന്നത്, അന്വേഷിച്ചിട്ടല്ലേ ഉറപ്പാക്കുന്നത്. എന്നാ പിന്നെ ഇതൊന്ന് അന്വേഷിച്ച് ഉറപ്പാക്കു സാറേ. എന്റെ കൊച്ചിനെ ആരാ കൊന്നെന്ന് എനിക്കും കൂടി ഒന്ന് അറിയാമല്ലോ. അതിപ്പോ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല ഫാത്തിമ. സാർ ആവേശപ്പെട്ട് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ തന്നെ ബോധ്യപ്പെട്ടില്ലേ കൊലപാതകി ആരായിരിക്കും. ഇയാളങ്ങനെ ഊഹമൊന്നും പറയണ്ട. അന്വേഷിക്കാനാണല്ലോ ഞങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾ അന്വേഷിച്ചാ ഞമ്മക്ക് നീതി കിട്ടുമെന്ന് എന്താ സാറേ ഉറപ്പ്? ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. സാറ് ചോദിക്ക്, മറുപടി ഞങ്ങൾ പറയാം. എനിക്കറിയേണ്ടത് ആ രാത്രിയെക്കുറിച്ച്, ഷാനുവും സെബാനും ആക്സിഡന്റിൽപ്പെട്ട ആ രാത്രിയെക്കുറിച്ച്. അത് നമ്മൾ അന്നേ പറഞ്ഞില്ലേ സാറേ? ഇപ്പറഞ്ഞ പൂജയുടെ കൂടെ ഒളിച്ചോടാൻ പോയപ്പോഴാ അവർക്ക് ആക്സിഡന്റ് ഉണ്ടായത്. നിങ്ങൾ ഇതിനിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവരൊരുമിച്ച് ഒളിച്ചോടാൻ പോയതിന് തെളിവുണ്ടോ? ഉണ്ട് സാറേ. എന്ത് തെളിവ്? എന്റെ മകൻ എന്നോട് പറഞ്ഞ തെളിവ്. എന്താ അത്? പിന്നെ നിങ്ങളെന്താ ഇതുവരെ ഇതൊന്നും പോലീസിനോട് പറയാറുന്നേ? പറഞ്ഞിട്ടും വിശേഷമില്ലെന്ന് തോന്നിയതുകൊണ്ട്, എതിരെ നിൽക്കുന്നത് ഞങ്ങളെക്കാൾ ശക്തന്മാരാണെന്ന് തോന്നിയതുകൊണ്ട്. എന്താ സാർ, സാറിനെ കൊണ്ട് പറ്റുമോ ഈ കടമ്പകളെല്ലാം മറികടന്ന് ഞങ്ങൾക്ക് നീതി വാങ്ങിത്തരാൻ? പറ്റുമോ എന്റെ മകന്റെ ആത്മാവിന് സമാധാനം വാങ്ങിക്കൊടുക്കാൻ? നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഞാൻ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഇതൊന്നും വിശ്വസിക്കേണ്ട ഫാത്തിമ. ഒന്നും കാണാതെ ഇയാൾ ഈ അന്വേഷണവും കൊണ്ട് ഇറങ്ങി പുറപ്പെടുക. ഗുണാവില്ല, ചിലപ്പോൾ ഞമ്മക്ക് ദോഷാവുകയും ചെയ്യും. നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവരല്ലേ അകത്ത്? ഉണ്ട്. എന്താ എന്താ നിന്റെ പുറപ്പാട്? എനിക്ക് പൂജയോടൊന്ന് സംസാരിക്കണം. എന്തിന്? സംസാരിച്ച് കല്യാണം മുടക്കാനോ? ഏതായാലും സംസാരിക്കാതെ പറ്റില്ല. ദത്ത, എന്താളിയാ? എന്താ നിന്റെ ഭാര്യയോട് പറഞ്ഞോളാം. അല്ല അളിയ, അളിയ ഞാനിവിടെ വരാം. വേണ്ട അളിയ. പൂജ,
എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൂജയോട് ചോദിക്കാനുണ്ട്. എന്താ ദത്തേട്ടാ? ഏട്ടനായിട്ടല്ല, SP ഉമാദത്തനായിട്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഈ ഷാനു ആര്? ഷാനു നേരത്തെ പറഞ്ഞില്ലേ, എന്റെയും ആദ്യയുടെയും കൂടെ പഠിച്ച ആക്സിഡന്റിൽ മരിച്ചുപോയ. അതറിയാം. ഞാൻ ചോദിച്ച അതല്ല. ഈ ഷാനുവും പൂജയും തമ്മില് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഐ മീൻ ഇൻ ലവ് അഫെയർ? പൂജ, വളരെ ഗൗരവമുള്ളൊരു കാര്യത്തിന് വേണ്ടിയാ ഞാനിത് ചോദിക്കുന്നത്. അതുകൊണ്ട് പൂജയ്ക്കറിയാവുന്ന കാര്യങ്ങൾ പൂജ എന്നോട് പറയണം. പറഞ്ഞേ പറ്റൂ. അപ്പോ ഈ പറഞ്ഞതിൽ കൂടുതലൊന്നും പൂജയ്ക്ക് എന്നോട് പറയാനില്ല. ഇല്ല. ശരി എന്നാ. എന്തായിരുന്നു ദത്തൻ ഇത്ര സ്വകാര്യമായിട്ട് ആ കുട്ടിയോട് ചോദിക്കാനുണ്ടായിരുന്നത്? ഷാനു ഞാനും തമ്മിലുള്ള ബന്ധം ദത്തേട്ടൻ അറിയേണ്ടത്. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ, അതിനപ്പുറം എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ദത്തേട്ടൻ ഒരിക്കലും അത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. അതെന്താ വിശ്വസിച്ച? ആ കുട്ടി പിന്നെ കള്ളം പറയുവോ? ദത്തേട്ടൻ എന്തോ നിശ്ചയിച്ച് ഉറപ്പിച്ചിറങ്ങിയേക്കാം. ഒന്നുമില്ലാതെ ആ ഫാത്തിമയും പോക്കർ ഇത്രയും വലിയ നുണ പറയോ? നുണ പറയാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോ ആ കുട്ടി നുണ പറഞ്ഞെന്നാണോ ദത്തൻ പറയുന്നത്? ദത്തേട്ടൻ കൂടുതൽ അന്വേഷിച്ചിറങ്ങിയ നമ്മുടെ എല്ലാ പദ്ധതികളും പൊളിയും. ഈ കേസിന്റെ അന്വേഷണ ചുമതല എനിക്കാ. അതുകൊണ്ട് എനിക്ക് അന്വേഷിച്ചേ പറ്റൂ. ആദി, ഇങ്ങനെ പേടിക്കല്ലേ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാ കൂടി വന്ന ഞാൻ ഇവിടുന്ന് പുറത്താവും. അത്രയല്ലേ ഉള്ളൂ. താൻ എന്ത് നിസ്സാരമായിട്ട് ഇത് പറയുന്നേ? അതിനു വേണ്ടിയാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെ? ഇല്ലാത്ത കഥകളൊക്കെ ആർക്കും ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ ഒരു ഒറ്റ കഥയേ ഉള്ളൂ. ചെമ്പകശ്ശേരിയിലെ ആദിത്യനും കളക്ടറുടെ മകൾ പൂജയും തമ്മില് കടുത്ത പ്രണയത്തിലാണ്. അവരുടെ രണ്ടു വീട്ടുകാർക്കും അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അവരെ ഒരുമിപ്പിക്കാനാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്. സ്നേഹിക്കുന്നവരെ പിരിച്ചാലേ ദൈവം പോലും പൊറുക്കില്ല. ആദി, പൂജയ്ക്ക് എന്തും തീരുമാനിക്കാം. ഒന്നിനും ഞാൻ എതിര് പറയില്ല.